ഇയാൾക്കൊരു സ്വർണ്ണപ്പാമ്പിൻ്റെ തോല് കിട്ടാൻ ഉടനെ അയാൾ അതെടുത്ത് കയ്യിൽ ചുറ്റുകയാണ്. അത് ചുറ്റിയതും അത് നന്നായി ജ്വലിക്കാൻ തുടങ്ങി. ആ പാമ്പ് തോലിന് ഭയങ്കര പവർ ഉണ്ടായിരുന്നു. അതിനാൽ അയാൾ സ്വന്തം കൈ ഉപയോഗിച്ച് എവിടെ കുഴിച്ചു നോക്കിയാലും അയാൾക്ക് സ്വർണം കിട്ടാൻ തുടങ്ങി. അതുമാത്രമല്ല, അയാളുടെ വിയർപ്പ് വീഴുന്നിടത്ത് ചെടിയൊക്കെ മുളയ്ക്കാനും തുടങ്ങി. അവൻ നിൽക്കുന്നത് ഒരു ഭീകരമായ സ്ഥലത്തായിരുന്നു. അപ്പോഴാണ് ഒരു ഭയങ്കര ജീവി ഓടി അയാൾക്ക് നേരെ വരുന്നത് കണ്ടത്. അത് കണ്ടതും തൻ്റെ മക്കളോട് 2 പേരോടും മറിഞ്ഞിരിക്കാൻ അയാൾ പറഞ്ഞു. എന്നാൽ പാവം അത് വേദനയിൽ കിടക്കുകയാണ്. അയാൾ അതിനെ പതിയെ തൊട്ടതും പെട്ടെന്ന് ആ മൃഗത്തെ വേട്ടയാടി ഇവർ പിന്നിൽ വന്ന് നിൽക്കുന്നു. അവർ വന്ന് ഇയാളുമായി അടികൂടാൻ ആരംഭിച്ചു. എന്നാൽ ഇയാളുടെ കയ്യിൽ ആ പാമ്പിൻ്റെ തോലുള്ളതിനാൽ ആ ശക്തി ഉപയോഗിച്ച് അവരെ ഈസിയായി നേരിടുകയാണ്. അതിനുശേഷം ആ മൃഗത്തെ എരിച്ചു കളഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ പോണ വഴി മുഴുവൻ വറ്റി വരണ്ട് കിടക്കുന്നതാണ് അയാൾ കണ്ടത്. ഇത് കണ്ട അയാൾ ആ പവർ ഉപയോഗിച്ച് ആ ഇടം വാസയോഗ്യമുള്ളതാക്കി മാറ്റാനായി തീരുമാനിച്ചു. അവിടെ വെള്ളമൊക്കെ വരുത്തി അവിടെ ഒരു കാടാക്കി മാറ്റി. അതിനുശേഷം അവിടെ വലിയൊരു വീട് തന്നെ ഉണ്ടാക്കി. അതിന് ആ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം ആ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ താമസിക്കുകയാണ്.